നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത കൊടകരയിൽ ആഡംബര കാറിൽ കടത്തുകയായിരുന്ന മദ്യം പിടികൂടി. പാലപ്പിള്ളി കാരികുളത്ത് കാട്ടാനാക്രമണം. ശുചിമുറിയുടെ വാതിലും സെപ്റ്റിക് ടാങ്കും കൃഷിയും നശിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ നിർമ്മിക്കുന്ന SC സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത കൊടകരയിൽ ആഡംബര കാറിൽ കടത്തുകയായിരുന്ന മദ്യം പിടികൂടി. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിൽ ശനിയാഴ്ച പകൽ 4 മണിയോടെ ജില്ലാ പോലീസിന്റെ ഡാൻസ് സബ് സംഘവും കൊടകര പോലീസും ചേർന്നാണ് മദ്യം പിടികൂടിയത്. മാഹിയിൽ നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന മദ്യമാണ് പോലീസ് പിടികൂടിയത്. കാറിന്റെ ഡ്രൈവർ കോഴിക്കോട് പേരാമ്പ്ര ചുള്ളിപ്പറമ്പ് വീട്ടിൽ ഇമ്പിച്ചാമുവിന്റെ മകൻ മുബാസും പോലീസ് പിടിയിലായി. പാലപ്പിള്ളി കാരികുളത്ത് കാട്ടാനാക്രമണം. ശുചിമുറിയുടെ വാതിലും സെപ്റ്റിക് ടാങ്കും കൃഷിയും ആന നശിപ്പിച്ചു. കാരികുളം ഉമ്മത്തൂർ മൊയ്തീന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാനയിറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. പറമ്പിന്റെ അതിർത്തിയിലെ സംരക്ഷണ ഭിത്തി തകർത്താണ് ആന വീട്ടുമുറ്റത്തെത്തിയത്. വാഴയും മറ്റ് കാർഷിക വിളകളും നശിപ്പിച്ച ആന ശുചിമുറിയുടെ വാതിലും സെപ്റ്റിക് ടാങ്കും തകർക്കുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നെങ്കിലും ഭീതി മൂലം പുറത്തേക്കിറങ്ങിയില്ല. ഇഞ്ചക്കുണ്ടിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി. ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി നാശം വിതച്ചതോടെ നാട്ടുകാർ ഭീതിയിലായി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ നിർമ്മിക്കുന്ന SC സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ജനപ്രതിനിധികളായ MM ഗോപാലൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകിയ രാഹുൽ ഒഴാക്കൽ, വിൽസൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്നതിലുപരിയായി ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഒരു പുതിയ വികസന നയം തന്നെയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സ്ഥലം വിട്ടുകൊടുത്ത് ആ സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ സമ്പൂർണ്ണ ജൂബിലി ആഘോഷങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹം ശാസ്ത്ര പ്രബുദ്ധത വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും ആഭിചാരങ്ങൾ ആഘോഷമാക്കുന്ന പ്രവണത സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ശാസ്ത്ര സ്ഥാപനങ്ങൾ സാമൂഹ്യ നീതിക്കായി പ്രവർത്തന രീതികളിൽ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യ വന്യജീവി സംഘർഷം എന്നീ മേഖലകളിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ടതുണ്ട്. ശാസ്ത്ര ഗവേഷണ പ്രവർത്തനങ്ങളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ നൽകുന്ന കാലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി K രാജൻ കേരള വന ഗവേഷണ സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും അന്താരാഷ്ട്ര സൈലേറിയം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഔഷധസസ്യ കർഷകരുടെ അനുഭവ പാഠങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ KP സുധീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ B മോഹൻകുമാർ, അഡ്വക്കേറ്റ് CTS നായർ, രേഷ്മ സജീഷ്, ഡോക്ടർ N കൃഷ്ണകുമാർ, ഡോക്ടർ കണ്ണൻ CS വാര്യർ, ഡോക്ടർ AV രഘു തുടങ്ങിയവർ സംസാരിച്ചു. കേരളം IMDയുടെ മാത്രം നിർദ്ദേശങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് വരാൻ പോകുന്ന ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതത്തെക്കുറിച്ച് നേരത്തെ പറയാതെ പോയത്. അത് യാഥാർത്ഥ്യമല്ലെങ്കിലും ഒരുപക്ഷെ ചുഴലിക്കാറ്റിനെ കുറിച്ച് ലോകത്ത് തന്നെ പ്രവചിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഏജൻസികളിൽ ഒന്നായിട്ടുള്ള IMD അതിന്റെ ബലം മാത്രം കിട്ടിയത് കൊണ്ടാണോ കേരളം ഒറ്റപ്പെട്ടു പോയത് എന്ന് തർക്കത്തിന് നിൽക്കാതെ 2019 മുതൽ തുടർച്ചയായി 3 വർഷക്കാലം
സമഗ്ര ശിക്ഷ കേരളം കൊടകര ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി വൈദ്യപരിശോധനാ ക്യാമ്പ് നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊടകരയിൽ നടത്തിയ ക്യാമ്പ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK ഡെയ്നി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ VB സിന്ധു പദ്ധതി വിശദീകരണം നടത്തി. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കും ചലന പരിമിതി നേരിടുന്ന കുട്ടികൾക്കും കേൾവി സംബന്ധമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കുമായി ക്യാമ്പുകൾ നടത്തുന്നു. ഓർത്തോ വിഭാഗം ക്യാമ്പിന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ KP ജയകുമാർ, ടെക്നീഷ്യൻ സജി എന്നിവർ നേതൃത്വം നൽകി. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ ഇൻവെസ്റ്റിച്ചർ സെറിമണിയും സ്കൂൾ തല ശാസ്ത്രമേള ഇൻസ്പയർ 2024 ഉദ്ഘാടനവും നടന്നു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ M. അർച്ചന ദീപപ്രോജ്വലനം നടത്തി. പ്രിൻസിപ്പൽ റോഷൻ P. നായർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥരായ സുബേദാർ മേജർ ബിജോയ് റായ്, സുബേദാർ കുൽദീപ് സിംഗ്, നിവേദിത, വിദ്യാനികേതൻ ട്രസ്റ്റ് ചെയർമാൻ വിപിൻ PG എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി, മാതൃസമിതി പ്രസിഡന്റ് ബിജിഷ അനിൽ, വെൽഫെയർ പ്രസിഡന്റ് മനോജ് കുമാർ TS എന്നിവർ സംസാരിച്ചു. एनसी में कार्यरत हूँ और आज इस अलंकरण दिवस के अवसर पर आप लोगों ने हमें यहाँ आने का मौका दिया है. इसके लिए मैं आपके सभी ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 500 വിദ്യാർത്ഥികൾക്കായി 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഒരുക്കി MLA സനീഷ് കുമാർ ജോസഫ്. മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുടെ കീഴിലാണ് മണ്ഡലത്തിലെ താമസക്കാരായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു പദ്ധതി ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഒരു കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഈ സ്കോളർഷിപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 12-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9:30 ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിക്കുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണ്ഡലത്തിലെ താമസക്കാരായി തെരഞ്ഞെടുത്ത 500 വിദ്യാർത്ഥികൾക്കാണ് നൽകുന്നത്. ചടങ്ങിൽ MP ബെന്നി ബഹനാൻ, പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, മറിയാമ്മ ഉമ്മൻചാണ്ടി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന അതിരപ്പിള്ളി, മലക്കപ്പാറ ആദിവാസി മേഖലയിലെ തെരഞ്ഞെടുത്ത തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കായി 8 ലക്ഷം രൂപയുടെ ധനസഹായം വേറെ വിതരണം പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ വാർഡുകളിൽ നിന്നും സർക്കാർ എയ്ഡഡ് വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമായിട്ടാണ് സ്കോളർഷിപ്പിന് അർഹരായവരെ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏകദേശം 25 ലക്ഷം രൂപയാണ് ഈ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ട് ചാലക്കുടി മണ്ഡലത്തിൽ വിതരണം ചെയ്തത്. ചാലക്കുടിയിലെ സുമനസ്സുകളായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളുടെ അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. പൂങ്കോത്ര ALP സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണം നടത്തി. PTA പ്രസിഡന്റ് വിദ്യാപ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദിനാചരണം പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ഷീജ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. തുടർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങളുടെ അരങ്ങേറ്റം നടന്നു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. എല്ലാ കുട്ടികളും ഇത് കണ്ട് നമ്മുടെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാം. അത് അറിയാൻ പാടില്ലാത്തത് ഒരു പരിചയപ്പെടുത്തിക്കലും കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. ഇനി അവരുടെ ഭാഷയും കൂടി നമുക്ക് കേൾക്കാം, അതിലെ ഓരോ വാചകങ്ങൾ കേൾക്കാം. അപ്പൊ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS ഉദ്ഘാടനം ചെയ്തു. പറപ്പുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ C രാഗേഷ് സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം രാധാ വിശ്വംഭരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, മോഹനൻ വടക്കേടത്ത്, K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ജില്ലാ കളക്ടർ ആവാൻ താല്പര്യമുണ്ടായിരുന്നു.
ഞാൻ ചോദിച്ചു എന്താണ് ജില്ലാ കളക്ടർ. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് എനിക്ക് ഈ IAS എന്താണോ ജില്ലാ കളക്ടർ എന്താണ് എന്നെ പഠിപ്പിച്ചത്, എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. അദ്ദേഹം എന്നെയും കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് അദ്ദേഹം പഠിക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്യിച്ചു. ലോകത്തെ മുഴുവൻ വിദ്യാർത്ഥികളോടും മത്സരിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമായി നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച 2024-25 അധ്യയന വർഷത്തെ ഗണിതശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗണിതശാസ്ത്ര പര്യവേഷകനായ TN രാമേന്ദ്രൻ നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ T അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഗണിതശാസ്ത്ര ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് PA നിഖില സ്വാഗതവും സെക്രട്ടറി അതുൽ കൃഷ്ണ നന്ദിയും പറഞ്ഞു. അതിൽ നിന്ന് നമ്മളൊന്ന് പിന്നാക്കം പോയി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ കള്ളക്കേസ് ചുമത്തിയ പോലീസ് കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് BJP ചാലക്കുടി ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം കൊടുത്ത ശക്തനായ നേതാവാണ് KK അനീഷ് കുമാർ എന്ന തിരിച്ചറിവിൽ നിന്നാണ് പിണറായി വിജയൻ നേരിട്ട് പറഞ്ഞുകൊണ്ട് പോലീസിനെ കൊണ്ടൊരു കേസെടുപ്പിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത കൊടകരയിൽ ആഡംബര കാറിൽ കടത്തുകയായിരുന്ന മദ്യം പിടികൂടി. പാലപ്പിള്ളി കാരികുളത്ത് കാട്ടാനാക്രമണം, ശുചിമുറിയുടെ വാതിലും സെപ്റ്റിക് ടാങ്കും കൃഷിയും നശിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡിൽ നിർമ്മിക്കുന്ന SC സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.